ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരെ ഉയർന്ന ഹൈക്കോടതിയുടെ പ്രശംസകൾക്ക് പിന്നാലെ കടുത്ത വിമർശനങ്ങളുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത് രാഷ്ട്രീയ കേരളത്തിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. കേസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും അഴിമതിയുടെ വലിയ സ്രാവുകളെ രക്ഷപ്പെടുത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഹൈക്കോടതി അന്വേഷണത്തെ വിശ്വാസത്യോഗമെന്ന് വിശേഷിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ചെന്നിത്തലയുടെ ഈ കടന്നാക്രമണം എന്നത് ശ്രദ്ധേയമാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും നിലവിൽ മരവിച്ച അവസ്ഥയിലാണെന്നും കേസിനാസ്പദമായ തൊണ്ടിമുതലുകൾ പോലും ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിപട്ടികയിലുള്ളവർ ഓരോരുത്തരായി പുറത്തുവരുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അന്വേഷണ സംഘത്തിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി. അന്വേഷണ സംഘം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്രവർത്തിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ എന്തുകൊണ്ടാണ് നിയമ നടപടികൾ സ്വീകരിക്കാത്തതെന്ന് അദ്ദേഹം ചോദിച്ചു. ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പങ്കുള്ള ഈ കൊള്ളയിൽ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം കേസ് അട്ടിമറിക്കാനാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പ്രതിപട്ടികയിലുള്ള 5 പേരെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്ന SIT ഇപ്പോൾ പെട്ടെന്ന് നിലപാട് മാറ്റിയത് ആരുടെ താൽപര്യപ്രകാരമാണെന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. മതിയായ തെളിവുകളില്ല എന്ന ന്യായം പറഞ്ഞ് ഉന്നതരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി സാക്ഷികളാക്കി മാറ്റുന്നത് പ്രഹസനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന വഴിത്തിരിവായ ദ്വാരപാലക പാളികൾ ഏറ്റുവാങ്ങിയ സ്പോൺസർമാരെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താതെ സാക്ഷികളാക്കുന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 5 പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ ശേഷം പിന്നീട് അത് വേണ്ടെന്ന് വെച്ചത് രാഷ്ട്രീയ ഇടപെടൽ മൂലമാണെന്നും ചെന്നിത്തല ഉറപ്പിച്ചു പറയുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കൈമാറിയ സ്വർണത്തിന്റെ ഉറവിടവും അത് എവിടെ പോയി എന്നതും സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ SIT പരാജയപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംരക്ഷിക്കാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ വിടുപണി ചെയ്യുകയാണെന്നും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം UDF സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മന്ത്രി V ശിവൻകുട്ടിക്കെതിരെയും ചെന്നിത്തല രൂക്ഷമായ പരിഹാസങ്ങൾ ഉന്നയിച്ചു. അനാവശ്യമായി സോണിയാഗാന്ധിയുടെ പേര് വലിച്ചഴിക്കുന്നത് ശിവൻകുട്ടിക്ക് പാർട്ടിയിൽ പേരെടുക്കാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഭരണപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സർക്കാരിന്റെ തന്ത്രമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും അദ്ദേഹം സൂചനകൾ നൽകി. ഏറ്റവും മികച്ചതും ജനസമ്മതിയുമുള്ളതുമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇതിനായുള്ള ചർച്ചകൾ ഹൈക്കമാൻഡുമായി ചേർന്ന് പുരോഗമിക്കുകയാണെന്നും ഉടൻ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ശബരിമല കേസിൽ SITയെ പ്രശംസിച്ച കോടതിയുടെ നടപടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കോടതിക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ പലപ്പോഴും വസ്തുതകൾ മറച്ചുവെക്കപ്പെടുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പോലീസ് നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി നിരീക്ഷണങ്ങൾ നടത്തുന്നത്. എന്നാൽ ഗ്രൗണ്ട് ലെവലിൽ അന്വേഷണം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഉന്നതരായ ദേവസ്വം ബോർഡ് മുൻ ഭാരവാഹികളെയും രാഷ്ട്രീയക്കാരെയും രക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന ഈ ഗൂഢാലോചന ജനങ്ങൾ തിരിച്ചറിയണമെന്നും ചെന്നിത്തല പറഞ്ഞു. 1 രൂപയുടെ പോലും സാമ്പത്തിക ചൂഷണം താൻ നടത്തിയിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പോലെ ഈ കേസിലും തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ സർക്കാരിന് സാധിക്കില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ നീതിപൂർവമായ അന്വേഷണം നടന്നാൽ പല പ്രമുഖരുടെയും കസേര തെറിക്കുമെന്ന ഭയമാണ് ഇപ്പോൾ കാണുന്ന തിരക്കിട്ട കുറ്റപത്രം സമർപ്പിക്കലിന് പിന്നിലെന്നും ചെന്നിത്തല ആവർത്തിച്ചു. അഴിമതി കേസുകളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ശബരിമല പോലെ ഭക്തർ വൈകാരികമായി കാണുന്ന ഒരു വിഷയത്തിൽ നടന്ന കൊള്ള മൂടിവെക്കുന്നത് സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്ന് ചെന്നിത്തല വിശ്വസിക്കുന്നു. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജികളിൽ കോടതി സ്വീകരിച്ച നിലപാടിനോട് വിയോജിപ്പില്ലെങ്കിലും CBI പോലുള്ള ഏജൻസികൾ വന്നാൽ മാത്രമേ യഥാർത്ഥ കുറ്റവാളികൾ കുടുങ്ങുകയുള്ളൂ എന്ന നിലപാടിൽ കോൺഗ്രസും ഉറച്ചു നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളും കേരള രാഷ്ട്രീയത്തെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുമെന്നത് ഉറപ്പാണ്.